കേരള ജോഗ്രഫിയിലെ വനം വന്യജീവി സങ്കേതങ്ങൾ എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അടുത്തത് ബയോസ്ഫിയർ റിസർവുകൾ. കേരളത്തിൽ പ്രധാനമായിട്ട് 2 ബയോസ്ഫിയർ റിസർവേ ഉള്ളൂ. ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ എന്താ? അത് UN-യുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. ഏതൊക്കെ? നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് ഇത് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. അപ്പോൾ കേരളത്തിൽ 2 ബയോസ്ഫിയർ റിസർവാണ്, നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് ഇത് നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ വരുന്ന വനമേഖലകൾ നമ്മൾ പറഞ്ഞതാണ്. വയനാട് വന്യജീവി സങ്കേതം ഉണ്ടായിരുന്നു. വയനാട് വന്യജീവി സങ്കേതം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നമ്മൾ പറഞ്ഞു. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നിലമ്പൂർ സൗത്ത്, അട്ടപ്പാടി, ശിരുവാണി. നിലമ്പൂർ നോർത്ത്, വയനാട് സൗത്ത്, കോഴിക്കോട്. നിലമ്പൂരുണ്ട്. നിലമ്പൂർ നോർത്ത്, വയനാട് സൗത്ത്, കോഴിക്കോട്. ഇവിടത്തേക്ക് പ്രധാനപ്പെട്ട ചില മേഖലകളാണ്. അടുത്തത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ വരുന്ന മേഖലകൾ. നെയ്യാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെയ്യാർ. പേപ്പാറ അതും പറഞ്ഞു. പേപ്പാറയുണ്ട്. ശെന്തുരുണി പറഞ്ഞു. തെന്മല പറഞ്ഞു. കൊല്ലത്താണ് തെന്മല. കോന്നി. അപ്പോൾ നെയ്യാറ്, പേപ്പാറ, ശെന്തുരുണി, തെന്മല, കോന്നി, അച്ചൻകോവിൽ, പുനലൂര്, തിരുവനന്തപുരത്തെ കുറച്ച് മേഖലകൾ, അഗസ്ത്യവനം. അടുത്തത് എലിഫന്റ് റിസർവുകൾ. കേരളത്തിലെ എലിഫന്റ് റിസർവുകൾ ഏതൊക്കെയാ? വയനാടിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? ആനയാണ്. അപ്പോൾ വയനാട്. നിലമ്പൂർ ആനയുള്ള മേഖലയാണ്. നിലമ്പൂർ എലിഫന്റ് റിസർവ് മേഖലയാണ്. നിലമ്പൂർ തേക്കൊക്കെ ഉണ്ടല്ലോ, തേക്ക് അതൊക്കെ. പിന്നെ ആനമുടി. അടുത്തത് പെരിയാർ നമ്മൾ പഠിച്ചു. വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാർ. ഏതൊക്കെയാ? വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാർ. കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നല്ല സാങ്ഷൻ വന്നപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണോ ഉള്ളൂ? ആകെ 2 ഉള്ളൂ. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതമായ പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തേത് പറമ്പിക്കുളം. ആദ്യത്തെ പെരിയാർ. ഇത് 2 ഉള്ളൂ. ഏത്? കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ. അപ്പോൾ കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ ഏതൊക്കെയാ? പെരിയാറും പറമ്പിക്കുളവും. വനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PSCക്ക് ചോദിക്കുന്നതാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? പീച്ചി എവിടെയാ? തൃശ്ശൂർ. 1975 നിലവിൽ വന്നു. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശ്ശൂർ. അടുത്തത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. മാറിപ്പോലെ. ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതെവിടെയാ? കോട്ടയമാണ്. ഫോറസ്റ്റ് റിസർച്ച് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? പീച്ചി. ഗവേഷണം പീച്ചി. ഡെവലപ്മെൻറ്റ് എവിടെയാ? ഡെവലപ്മെൻറ്റ് കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം. അടുത്തത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാ? വഴുതക്കാട്. തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടിലാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫസ്റ്റ് ഫോറസ്റ്റ് അക്കാദമി. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരിപ്പ. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി അരിപ്പ. ഫസ്റ്റ് മാൻഗ്രോവ് മ്യൂസിയം എന്ന് വെച്ചാൽ എന്താ? കണ്ടൽ മ്യൂസിയം. കേരളത്തിലെ കണ്ടൽ മ്യൂസിയം. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ കല്ലേൽ പൊക്കുടൻ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കണ്ണൂര്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മാൻഗ്രോവ് മ്യൂസിയം. കേരളത്തിലെ ആദ്യ മാൻഗ്രോവ് മ്യൂസിയം എവിടെയാ? കൊയിലാണ്ടി. എവിടെയാണ്? കൊയിലാണ്ടി. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് കേരള വനം വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ പറ്റിയുള്ള ക്ലാസ്സാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ നോക്കുക. പരീക്ഷയ്ക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ് വനം വന്യജീവി സങ്കേതം.